ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ട്രാവൽ വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാനും എൻ്റെ കൂട്ടുകാരിയും ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇന്ന് 5 ദിവസം പട്ടിപ്പണി എടുത്തിട്ട് 2 ദിവസം കിട്ടുന്ന ഫ്രീ ആണ്. അപ്പോൾ എന്നാൽ ശരി, ഇന്ന് കാറെടുത്ത് ഡ്രൈവും കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ശരി, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. കുറച്ച് റിലയൻസുകാർക്ക് കുറച്ച് പൈസ അങ്ങോട്ട് പൊട്ടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞങ്ങളിവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി എന്തൊക്കെയാണ് വാങ്ങണ്ടേന്ന് വിചാരിച്ചിട്ട് ഇതാ ഉള്ളിൽ കയറിയതും ഭയങ്കര എന്തെടുത്താലും ഓഫറാണ്. പക്ഷെ തിരക്കില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ പോയി എന്ന സമയത്ത് തിരക്കുണ്ടായിരുന്നില്ല. ഇതാ ഒരാൾ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നുണ്ട്. എന്തൊക്കെയോ നമ്മൾ എല്ലാം നോക്കി, പക്ഷേ അങ്ങോട്ട് കാര്യമായിട്ട് അങ്ങോട്ട് വാങ്ങിയില്ല. പിന്നെ ഇതാ എനിക്ക് ബന്നും ഇതൊക്കെ കണ്ടാൽ തന്നെ എനിക്ക് സന്തോഷം കേട്ടോ. ഈ ലേസിൻ്റെയൊക്കെ ആദ്യം കൊതി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അത് നിർത്തി. ഈ ചോക്ലേറ്റ് ഇതെൻ്റെ ഫേവറേറ്റാണ്, ഡാർക്ക് ചോക്ലേറ്റ്. അത് കണ്ടതും ശരി അപ്പോൾ ഒന്ന് വാങ്ങിച്ചേക്കാമെന്ന് വാങ്ങി. പിന്നെ അതാ ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ആ ചേച്ചി പറഞ്ഞ് അപ്പുറത്തെ കൗണ്ടറിൽ കേക്ക് ബൈ 1 ഗെറ്റ് 1 ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി, ഒരു കേക്ക് വാങ്ങിയേക്കാം. എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാനും അവളും കേക്ക് വാങ്ങിച്ച്. അപ്പോഴാണ് ഞങ്ങൾക്ക് ആ ചേച്ചി പറഞ്ഞ നല്ല ഓഫേഴ്സ് ഉണ്ട് ഇന്ന് ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും. അപ്പോൾ കുറച്ച് നെല്ലിക്കും പിന്നെ ബ്രോക്കലിയും അവക്കാഡും അതൊക്കെ മേടിച്ച്, പിന്നെ യോഗേർട്ടും അതൊക്കെ മേടിച്ച്. ശരി എന്നാൽ നമുക്ക് ഇനി നമ്മുടെ ഏരിയയിലോട്ട് പോവാം, ഷോപ്പിങ്ങിലോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ലിഫ്റ്റിൻ്റെ അവിടെ കാത്തിക്കുക. മുകളിലെത്തിയിട്ട് വേണം ഒന്ന് അറ്റാക്ക് ചെയ്യാൻ. എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ, അതാണല്ലോ പതിവ്. അപ്പോൾ അതാ ഞങ്ങളുടെ ഉള്ളിൽ കയറി. അത് ഞങ്ങളുടെ എപ്പോഴുള്ള പ്രഹസനമാണത്. അത് കഴിഞ്ഞു എത്തി വന്ന് കയറിയുള്ളൂ. അപ്പോഴേക്കും ആ ടോപ്പ് കണ്ടതും ആക്രാന്തായി, അത് വേണം എന്നെല്ലാമായി. അത് എവിടെയില്ലെന്ന് തപ്പിൽ തുടങ്ങിയപ്പോൾ അത് അപ്പുറത്തെ പാത്രം, അതും ഞാനും അവളും ഒരേ സ്പീഡിൽ എവിടെയാണത് അത്ര കാര്യമായിട്ടൊന്നും ഒത്തിരി ഇല്ല എന്നാലും, പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ആ കളർ അട്രാക്ഷൻ. അപ്പോൾ അതാ കണ്ടുപിടിച്ച് ചാടി പിടിച്ച് ഭയങ്കര കാര്യമായിട്ട് ഞാൻ തപ്പി കഴിഞ്ഞപ്പോൾ അതാ നോക്കിയപ്പോൾ എനിക്ക് അങ്ങ് അത്ര കാര്യമായിട്ട് ഇഷ്ടമായില്ല. പിന്നെ ജീൻസ് കളറൊക്കെ നോക്കി, പക്ഷെ എല്ലാം ഭയങ്കര അഫോർഡബിൾ റേറ്റാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി നമ്മൾ വേറെ മോൾസൊക്കെ പോകുമ്പോൾ നല്ല കോസ്റ്റ് അല്ലേ. പിന്നെ ഈ സ്ലിപ്പർ ഇത് കണ്ടപ്പോൾ ഇത് വെറും 300 രൂപ ഗൈസ്. നിങ്ങൾക്ക് ചിലപ്പോൾ കോസ്റ്റ് ഇനിയും കുറഞ്ഞ് കിട്ടുമായിരിക്കും, പക്ഷേ കമ്പാരിറ്റീവ്ലി ഞാൻ കാണുന്ന ഇവിടെ എൻ്റെ നാട്ടിൽ കമ്പാരിറ്റീവ് കടയിലേക്കാളും കുറവാണ്. പിന്നെ ചുരിദാർ നോക്കി, എനിക്ക് ആ ഡ്രസ്സ് കാര്യമായിട്ടൊന്നും ഇഷ്ടമായില്ല. അപ്പം ഞാൻ പോയി എൻ്റെ ഫേവറേറ്റ് ഏരിയ കിച്ചൺ ഏരിയയിലോട്ടേക്ക് പോയി. അവിടെ കണ്ടപ്പോൾ ഈ ബൗള് 6 പീസ് ഗൈസ് 160 180 എന്തോ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, അത് ഞാൻ എടുത്തു. പിന്നെ അതാ ഈ പാൻ, ഇങ്ങനത്തെ ഈ ക്യൂട്ടായിട്ടുള്ള പാത്രം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്രേസാണ്. അത് ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട അമ്മ ഒന്നും പറയില്ല, ഇല്ല കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നല്ല ആട്ടും കിട്ടും. പിന്നെ ഈ ചിരവ ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമായിട്ടോ, ക്യൂട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഇനി അവിടെ നിന്നാൽ ശരിയാലോ വെച്ചിട്ട് വേഗം ബില്ലിംഗ് കൗണ്ടറിലേക്ക് എത്തി. ബില്ലിങ്ങൊക്കെ തുടങ്ങി, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ ഞങ്ങൾ വെച്ചു ശരി ഇനി അടുത്ത് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ആലോചിക്കുക. അപ്പോൾ അവളെവിടെ നോക്കിയപ്പോൾ അവളിതാ എൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരി ഓക്കെ വേഗം ബില്ല് ചെയ്യുക, പോകുന്നു പുറത്തെത്തി. കാറൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു, റെഡിയാക്കി. ഞങ്ങൾ 2 ബണ്ണ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ക്രീം ബൺ പോലത്തെ, ഒന്ന് സ്ട്രോബെറി ഫ്ലേവർ ഒന്ന് വനില. അത് ഞങ്ങൾ മാത്രം മുമ്പിൽ എടുത്ത് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അതുകഴിഞ്ഞ് ശരി എന്നാൽ വിചാരിച്ചിട്ട് നമുക്ക് അടുത്ത ഫുഡ് വിശക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായി. അപ്പം എന്നാൽ ശരി, നമുക്ക് പോണ വഴിയിൽ നമുക്ക് ഞങ്ങളുടെ ഫേവറേറ്റാണ് കേട്ടോ. ഞങ്ങളുടെ പൊതുവെ ആ ഒരു ഏരിയയിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞങ്ങളുടെ കിസ്മിസ്. ഞങ്ങൾ കിസ്മിസിലേക്ക് എത്തി. കിസ്മിസിലേക്ക് ഭയങ്കര സന്തോഷം എനിക്ക് കിസ്മിസ് കാണുമ്പോൾ. ഇവിടുത്തെ സ്പെഷ്യലാണ് ഗ്രേപ്പും പൈനാപ്പിളും കേട്ടോ. ആ ടീ കുടിച്ച് നോക്കണം, മസ്റ്റാണ്. ഇവിടുത്തെ 20 റുപ്പീസേ ഉള്ളൂ, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. എപ്പോഴും മുകളിൽ വന്ന് ഈ ഒരു സൈഡിൽ ഇരിക്കും. ഞാൻ ശരി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, ഓർഡറൊക്കെ കൊടുത്തു. ഞാൻ ശരിക്കും വിചാരിച്ചത് നോൺ വെജ് കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഇവിടെ ശബരിമലയ്ക്ക് പോകണ കാരണം കൊണ്ട് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. ഭയങ്കര കാര്യമായിട്ട് മെനു ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് മേടിച്ചത് വെജ് തന്നെയാണ്. വെച്ചപ്പോൾ ശരി എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആക്കാമെന്ന് വെച്ചാൽ റുമാലി റോട്ടിയും പനീറിൻ്റെ ഒരു കറിയാണ്. അതെനിക്ക് എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര സ്പൈസി. പനീർ ബട്ടർ മസാല അല്ല, പക്ഷെ ആ ഒരു സംഭവത്തിൻ്റെ മിക്സാണ്. അപ്പോൾ അത് കഴിച്ചു. ഇതാണ് കേട്ടോ ലുക്ക് സാധനം കിടിലൻ സാധനമാണ്, നല്ല സ്പൈസിയാണ്. ഇത് ചിക്കൻ കറീൻ്റെ ഈക്വൽ നമുക്ക് നിൽക്കും, അമ്മാതിരി ടേസ്റ്റാണ് കേട്ടോ.
ഇവിടെ വരികയാണെങ്കിൽ വെജുകാരുണ്ടെങ്കിൽ ഈ പനീർ ബട്ടർ മസാലന് തൊട്ടടുത്തുള്ള ആ നെയിമാണ് കേട്ടോ. ഞാനത് പേര് അങ്ങോട്ട് വിട്ടുപോയി, എനിക്ക് ഓർക്കാൻ കിട്ടുന്നില്ല. അതും പിന്നെ റുമാലി റോട്ടി, അത് പിന്നെ കോമൺ ആണല്ലോ. അത് 2 കോംബോ. പിന്നെ ഞങ്ങൾ വെച്ചു ശരി എന്നാൽ ഒരു പൊറോട്ട കഴിച്ചേക്കാം. എന്നിട്ട് പൊറോട്ടയും കഴിച്ചു. ഞങ്ങൾക്ക് ഫേവറേറ്റാണ് ഞങ്ങളുടെ അവിടെ മാംഗോ മൊജിറ്റോലെ മാംഗോ ബ്രീസ്, അതെല്ലാം കഴിച്ച് കൈ കഴുകാൻ വന്നു, ബില്ലൊക്കെ പേ ചെയ്തു. ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു പോയപ്പോൾ അവിടെ ഒരു നല്ല രസമുള്ള ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഈ ഫിഷുകളുടെ. അതൊക്കെ കണ്ട് കയറി ഞങ്ങൾ തിരിച്ചതാ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ സൺസെറ്റ് പോലത്തെ ആ ഒരു സമയമായി ഓൾമോസ്റ്റ്. ആ ഒരു സൺ കിസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാര്യമായിട്ട് ഭയങ്കര ആ ഒരു ആംഗിൾ വെച്ചിട്ട് അവൾ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ഫേസിലേക്കായിരിക്കും സൺലൈറ്റ് വരിക. അപ്പം അങ്ങനെ അതൊക്കെ ആയിട്ട് വരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയ വ്ളോഗാണ്, പക്ഷേ എല്ലാ മൂമെൻറ്റ്സും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരോടും. സോ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.